ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പെർഫെക്റ്റ് അവിയൽ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ആദ്യം തന്നെ അവിയലിന് ആവശ്യമായ പച്ചക്കറികളൊക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്താൽ നിങ്ങൾ പച്ചക്കറിയൊക്കെ ഒരുപാട് വെന്ത് കുഴഞ്ഞാക്കി ജ്യൂസ് പരിവാവും. അവിയൽ എന്ന് പറയുമ്പോൾ എല്ലാ പച്ചക്കറിയും വേറിട്ടിട്ട് നല്ല പെർഫെക്റ്റായി നിൽക്കണം. അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്നും കമൻറ്റ് ചെയ്യാം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് അടച്ച് വേവിക്കാം. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് എനിക്ക് ലാസ്റ്റ് ഒടുവിൽ കിട്ടിയതാണ് ഈ ഒരു പെർഫെക്റ്റ് റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് ഉണ്ടാക്കാനുണ്ട്. അതെങ്ങനെ നോക്കാം. ഒരു അരമുറി തേങ്ങ ഞാൻ ചിരകുന്നുണ്ട്. അതിലോട്ട് 3 പച്ചമുളക്, ഒരു 3 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, ശേഷം ഒരല്പം നല്ല ജീരകം, ഇവയെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ സമയം നിങ്ങൾക്ക് പുളിക്ക് ആവശ്യമായ തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ അല്പം തൈര് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ പച്ചക്കറികളൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ അത്യാവശ്യം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ അതിലോട്ട് ആ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കുക. ഇത്രയോളം വളരെ സിമ്പിളാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അടിപൊളി അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റ, ബൈ ബൈ, സീ യു.